ഇപ്പോൾ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രതികരിക്കാനുണ്ട്. മിനിസ്റ്റർ, എന്തായാലും ഇപ്പോൾ താങ്കൾ പറയുന്നുണ്ട് ഈ പവർ കട്ട് അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യത, ലോഡ് ഷെഡിങ് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നും. അപ്പം ജനങ്ങൾക്ക് അതിലൊരു പേടിയുണ്ട്. കാരണം ഇപ്പോൾ കൊടും ചൂടാണ് ഉള്ളത്. ഈ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ ഒരു അപ്രഖ്യാപിത പവർ കട്ട് കൂടെ നടത്തിക്കഴിഞ്ഞാൽ അത് ജനങ്ങളെ ദ്രോഹിക്കുന്നൊരു നടപടിയായിരിക്കില്ലേ? ശരിയാണ്. അതല്ല, എന്താ വസ്തുത എന്നൊന്നും എല്ലാവരും മനസ്സിലാക്കണ്ടല്ലോ. സത്യം ഇപ്പോ ഉൽപാദനം നമുക്ക് 20% ഉള്ളൂ, വെള്ളം 60% കമ്മിയാണ്. അതൊക്കെ നമുക്ക് എല്ലാവരും മനസ്സിലാക്കണ്ടേ. അപ്പൊ പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കുകയാണ്. ഇപ്പൊ എന്താ വെച്ച പ്രശ്നം, 16 ഇരട്ടിയാണ് ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നത്. ഒരു വീട്ടിൽ ഒരു AC ഉണ്ടായിരുന്നത് 4 AC ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഉപഭോഗം കൂടുമ്പോൾ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട്, ഒരു ട്രാൻസ്ഫോർമർ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ലോഡ് ഉണ്ടാവും. ആ ലോഡ് കൂടിയാൽ അത് ട്രിപ്പാവും. അതപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പൊ ഇന്നലെ 113 ദശലക്ഷം യൂണിറ്റ് ആണ് ചെലവായിരിക്കുന്നത്. 110, 108, 104 ഉണ്ടാകുന്ന അവിടുന്ന് ഇത് കൂടുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ഒരു ചെറിയൊരു നിയന്ത്രണം സ്വയം നടത്തണ്ടേ? അപ്പൊ ഈ രാത്രി വല്ലാതെ ഉപയോഗം കൂടുകയാണ്. ഉപയോഗം കൂടുന്നത് നമുക്കതിനനുസരിച്ച് മറ്റേ 60% വെള്ളത്തിന്റെ കുറവുണ്ട്. നമ്മൾ പുറത്തുനിന്ന് മറ്റേ 5 റുപ്യ തൊട്ട് 20 റുപ്യ വരെ വില കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വിഷമങ്ങൾ എല്ലാവരും മനസ്സിലാക്കണ്ടേ. അപ്പോൾ ഒരു സബ്സ്റ്റേഷന്റെ കീഴിലുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിന്റെ 3 ഇരട്ടിയാണ് ഡിമാൻഡ് വരുന്നത്, പവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്രിപ്പ് ആകും. അതാണ് സ്വാഭാവികമായി. അത് അതിന് എന്താ ചെയ്യാൻ പറ്റുക? മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, രണ്ടാം തീയതി അപ്രാപ്യതല്ല, നിങ്ങൾ ഡ്രിപ്പാകുകയാണ്. എന്നുവെച്ചാൽ ഓവർ ലോഡായാൽ ഡ്രിപ്പാകും. അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? പിന്നെ അത് ശരിയാക്കണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും വേണം. ഡ്രിപ്പാകുകയാണ്. ഡ്രിപ്പാകണത് വേണ്ട വെച്ചാൽ മുഴുവൻ കത്തിപ്പോയില്ലേ? നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ. അതാണ് എനിക്കതിൽ പറയാനുള്ളത്. ഇപ്പൊ 2-ാം തീയതി എന്തായാലും ഇതിനെ കുറിച്ചൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കൊണ്ടുവരേണ്ടത് 600 മെഗാ ഇപ്പൊ നമ്മുടെ ആവശ്യം 6570 മെഗാവാട്ടിൽ കൂടുതൽ വണ്ടി ലോഡ് വരാനുള്ള കപ്പാസിറ്റി നമുക്ക് ഇല്ലതാനും. അതിൽ കൂടുതൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? ജനങ്ങൾ കുറച്ചൊരു നിയന്ത്രണം വേണ്ട വരില്ല. അത് ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊന്ന് ആലോചിക്കും. 2-ാം തീയതി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ പകൽ സമയത്തും ഇങ്ങനെ പവർ കട്ടുകൾ ധാരാളമായിട്ട് നടക്കാറുണ്ട് മന്ത്രി, അത് കാണുന്നില്ലേ താങ്കൾ? എന്താ ഞാൻ ഓവറായിട്ട് വരുമ്പോഴതാണ് വരുന്നത്. ഒരു വീട്ടിൽ ഒരു AC പകരം 4 AC വെച്ചാൽ എന്ത് ചെയ്യും പറയും? കൂടുമ്പോ ഓവർലോഡ് കൂടുമ്പോ മറ്റേ ഡ്രിപ്പാകുകയാണ്, ഓട്ടോമാറ്റിക് ഡ്രിപ്പാകുകയാണ്. ആരെങ്കിലും ഓഫാക്കിയിട്ടല്ല. അതാണ് അതിന്റെ പ്രശ്നം. മിനിസ്റ്റർ, ഒരു കാര്യം കൂടെ, അപ്പോൾ ഈ സംസ്ഥാനത്തെ ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങൾ നമുക്ക് അറിയാം. കാരണം കനത്ത ചൂടാണുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഫാൻ ഇടരുത്, AC ഉപയോഗിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്നൊന്നും. പക്ഷെ ഇതിനൊക്കെ തന്നെ അത് ചെയ്യരുന്നതിന് ഒരു നിയന്ത്രണം വേണ്ടേ? ഇതിനൊക്കെ എന്ത് ചെയ്യും? നമുക്ക് ഉൽപാദനം വളരെ കമ്മിയല്ലേ, പുറത്തൊന്നും മേടിക്കില്ലേ? ഇന്ത്യ മുഴുവൻ അങ്ങനെയല്ലേ ഇപ്പൊ വരുന്നത്. കേരളത്തിൽ മാത്രമല്ലല്ലോ. അവിടെയൊക്കെ അവർ ഇലക്ട്രിസിറ്റി തരാനുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഇന്നലെ സെൻട്രൽ ഗ്രിഡിൽ നിന്ന് തന്നിട്ടേ ഇല്ല. ഇതൊക്കെ അറിയണ്ടേ കാര്യങ്ങള്? വെറുതെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരല്ലോ. ഇതാണ് അതിന്റെ വസ്തുത അറിയാൻ, മനസ്സിലാക്കി എന്നിട്ട് പറഞ്ഞോളെ. നമ്മൾ കേൾക്കാൻ തയ്യാറാണ്. പക്ഷെ ഈ ഉപയോഗം വല്ലാതെ കൂടിയാൽ എന്ത് ചെയ്യും? 100 ദശലക്ഷം യൂണിറ്റ് എന്ന പകരം 113 ഇന്നലത്തെ 113.14 ഇന്നലെ ഉപയോഗം. ഇതെന്ത് ചെയ്യും? ഇതിനെ ആർക്ക് നിയന്ത്രിക്കാൻ പറ്റും? സ്വയം ഒന്ന് നിയന്ത്രിക്കേണ്ട ആളുകള്. അത് നിങ്ങളുടെ മീഡിയന്റെ ഒരു സപ്പോർട്ടും കൂടി വേണ്ടേ? അതൊന്ന് ഉപയോഗിക്കുന്നത് കമ്മിയാക്കണം എന്ന് പറയണ്ടേ? ഒരു കാര്യം കൂടെയാണ്. കാരണം ഇനി ലോഡ് ഷെഡിങ് ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി കൂടെ ജനങ്ങൾക്ക് ഉണ്ട്. അത് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഉറപ്പ്. അതെ, ലോഡ് ഷെഡിങ് അതിന്റെ ഉറപ്പ് പറയണമെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഉപയോഗം 110 നിർത്തിയാൽ നമുക്ക് വരില്ല. ഉപയോഗം കൂടിയാൽ എന്ത് ചെയ്യും? അതാണ് 2-ാം തീയതി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടാനുള്ളത് 5 റുപ്യ തൊട്ട് 20 റുപ്യ വെച്ചിട്ട് കൊടുത്തിട്ട് മേടിച്ചിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ചെലവ് കൂടുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മഴയില്ലാത്തത് ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? 60% മഴയില്ല.
ഇതാണ് അതിന്റെ പ്രശ്നം കേട്ടോ. മിനിസ്റ്റർ, അപ്പോൾ ഒരു കാര്യം കൂടെ മാത്രം, കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നു. കാരണം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരും ദിവസങ്ങളൊക്കെ തന്നെ കൊടും ചൂടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുക. നിരവധി പദ്ധതികൾ ഉണ്ടായിരുന്നു, അതൊന്നും തന്നെ. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് അതിനു വേണ്ടിയുള്ള കോൺട്രാക്ട് സൈൻ ചെയ്ത് ഇതെല്ലാം വരുന്നുണ്ട്. അതിന്റെയൊക്കെ ഇരട്ടിയിലാണ് ഇപ്പൊ ഉപയോഗം കൂടിയത്. ഇരട്ടിയല്ല, 6 ഇരട്ടിയോ 10 ഇരട്ടിയൊക്കെയാണ് കൂടിയത്. എന്ത് ചെയ്യും? എല്ലാവർക്കും വൈദ്യുതി എത്തിക്കാൻ വേണ്ടി എല്ലാവർക്കും കണക്ഷൻ കൊടുത്തു. ഇതൊക്കെ കൊടുക്കാതിരുന്നാണെങ്കിൽ വലിയ പ്രശ്നം വരില്ലായിരുന്നു അല്ലേ? എല്ലാവർക്കും, നമുക്ക് കുറെ ആളുകൾക്ക് മാത്രം കിട്ടിയാൽ പോരല്ലോ. ഇപ്പോഴും 97 കോളിലേക്ക് കിട്ടിയിട്ടില്ല. അത് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഇലക്ട്രിസിറ്റി ഇല്ലാത്തവരുണ്ട്. ഇതൊക്കെ പ്രശ്നമല്ലേ? അപ്പൊ നമ്മൾ പ്രായോഗികമായി ഇന്ന് ചിന്തിക്കേണ്ടത് നിങ്ങൾ എല്ലാവരും. അപ്പോൾ മിസ്റ്റർ, അവസാനമായിട്ട് ജന ടി വിയോട് പറയാനുള്ള കാരണം ഇനി ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെയാണ് ജനങ്ങളാകെ പ്രതീക്ഷിക്കുന്നത്, ജനങ്ങൾ പേടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ ലോഡ് ഷെഡിങ്ങിലേക്ക് കടക്കുമോ സംസ്ഥാനം എന്നുള്ളതാണ്. അത് തന്നെയാണ്. നമ്മൾ ഉപഭോഗം ഒന്ന് കമ്മിയാക്കണം എന്നുള്ളൊരു പ്രചരണം നിങ്ങൾ കൊടുക്കില്ല. അപ്പൊ എല്ലാവരും 4 ബൾബ് കത്തുമ്പോൾ 1 ബൾബ് ഓഫാക്കിയ പോരെ? അതെങ്ങനെ അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവരണ്ടേ? ഇല്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഈ കിട്ടുന്നത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? നമുക്ക് 10 റുപ്യ നമ്മുടെ കയ്യിലുള്ളൂ. അത് 20 റുപ്യ ചെലവ് കാണിച്ചാൽ അത് വേണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? നടക്കുമോ? നമുക്ക് ആകുന്നതല്ലേ എടുക്കാൻ പാടുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്നതിനൊരു നിയന്ത്രണം വേണ്ടേ? ശരി. അപ്പൊ അതും ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കം തന്നെയാണോ? ജനങ്ങളുടെ തലയിൽ ആരാ കെട്ടിവെക്കണേ? ജനങ്ങളാ പറഞ്ഞത്. ആരാ കെട്ടിവെക്കണേ? മഴ പോയത് ആരുടെ തലയിൽ? ആരാ കെട്ടിവെക്കേണ്ടത്? മഴ 60% കമ്മിയായത് ആരുടെ തലയിലാണ് കെട്ടിവെക്കേണ്ടത്? ചോദിക്കട്ടെ. 1 ബൾബിന് 1 AC പകരം 4 AC വെച്ചത് ആരാ കെട്ടിവെക്കേണ്ടത്? അതാണ് പറയുന്നത്. നിരവധി പദ്ധതികൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ വൈദ്യുതി ക്ഷാമം ഒക്കെ തന്നെ. നിരവധി പദ്ധതികൾ ഉണ്ടായിരുന്നു, അത് വന്നിട്ടില്ലല്ലോ. അത് വരണം പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒരു പദ്ധതി ഹൈഡ്രോ പ്രോജക്ട് വരുന്നു പറഞ്ഞാൽ അവിടെ മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ പറഞ്ഞ തടസ്സം വരുന്ന പത്രവും മീഡിയയും അതൊക്കെ ഏറ്റെടുത്തിട്ട് ആ പദ്ധതികൾ മുടങ്ങും. എത്ര പദ്ധതികളാണ് മുടങ്ങിയിരിക്കുന്നത് എൻവയറമെന്റലിന്റെ പ്രശ്നത്തിൽ? അപ്പൊ അന്ന് പത്രങ്ങൾ എല്ലാവരും കൂടി അവരെ സപ്പോർട്ട് ചെയ്യും. ഒരാള് ബാഗ് തൂക്കിയിട്ട് വന്നാൽ മതി. ഇതൊക്കെ ഇനിയെങ്കിലും ആ ഹൈഡ്രോ പ്രോജക്ട് വേണം എന്നുള്ള ഒരു ആവശ്യം, ഡിമാൻഡ് ഉയർത്തിക്കൊണ്ടുവരും. അതേ എനിക്ക് പറയാനുള്ളൂ. ഇത്ര തന്നെ ജനങ്ങൾ പ്രതിരോധിച്ച, താങ്കൾ പറയുന്ന പോലെ തന്നെ ഈ പദ്ധതികളിലൊക്കെ തന്നെ തടസ്സം നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ആവശ്യം, സർക്കാരിന്റെ ആവശ്യം എന്ന് പറയുന്നത് ജനദ്രോഹ നടപടികളിലേക്ക് കടക്കരുത് എന്നുള്ളതാണ്. അതിലേക്കല്ലേ പോകുന്നത്? നടപടിക്ക് അതിനെന്നെയാ പറയണത്. ജനദ്രോഹ നടപടി അല്ലാതെ ചെയ്തത്. ഇത്രയും വില കൊടുത്ത് ഇത്രയും ത്യാഗം ചെയ്തിട്ടാണ് ഇപ്പൊ ലോഡ് ഷെഡില്ലാണ്ട് കൊണ്ടുപോയത്. അതെന്താ നിങ്ങൾ കണക്കാക്കാത്തത്? ബാക്കിയുള്ളവിടെയൊക്കെ ലോഡ് ഷെഡിങ് ഇല്ലേ? ഇവിടെ അതില്ലാതെ കൊണ്ട് കണക്കാക്കിയത് കൊണ്ടുപോയത് ഇവിടെ എത്തല്ലേ? അതിനെക്കുറിച്ച് പറയണ്ടേ? ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ ഏറ്റവും പാവപ്പെട്ടവർക്ക് ലൈറ്റ് എത്തിക്കണം എന്നുള്ള നിലയ്ക്കാണ് കുറെ കൂടി ഉപയോഗം കൂടിയത്. 97 കോളനിയിൽ ഇലക്ട്രിസിറ്റി എത്തിയിട്ടില്ല ഇതുവരെ. 75 കൊല്ലം കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അവിടെയൊക്കെ എത്തിക്കാനുള്ള ശ്രമത്തിലാണിപ്പോ. അതിപ്പോ ഈ 1 കൊല്ലത്തിനുള്ളിൽ എത്തിക്കും. അതൊക്കെയാ ചെയ്യുന്നത്. ഏറ്റവും നമുക്കിപ്പോ എല്ലാ AC പ്രവർത്തിക്കണം പറഞ്ഞാൽ കുറച്ച് ഒരു AC ഓഫ് ചെയ്താൽ മതിയല്ലോ. 4 AC വർക്ക് ചെയ്യുന്നോടെ. അത് നിങ്ങളൊന്ന് സഹകരിപ്പിക്കും. ജനങ്ങളുടെ ഒരു ബോധവരുത്തലുണ്ട്. അതാണ് വെറുതെ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ ബോർഡിനെ കുറ്റപ്പെടുത്തൽ മാത്രമായിട്ടാകാൻ പാടില്ലല്ലോ. അല്ല, സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം നേരത്തെ ഉറപ്പുവരുത്തണമായിരുന്നു. അത് ഉറപ്പുവരുത്തിയിട്ടാണ് കരാർ ചെയ്തത്. അതിന്റെ ഇരട്ടിയിലാണ് ഇപ്പൊ വരുന്നത്. അതിന്റെ 16 ഇരട്ടിയാണ് ഉപയോഗം കൂടിയത്. നമ്മുടെ കണക്കുകൂട്ടലൊക്കെ തെറ്റി. വേനൽ മഴ പെയ്യും വിചാരിച്ചു, പെയ്തില്ല. സാധാരണ എല്ലാ സമയത്തും ഉണ്ടാകുന്നതല്ലേ. നമ്മൾ വിചാരിക്കാത്ത മഴ പെയ്യില്ല എന്ന് ആരെങ്കിലും വിചാരിച്ചോ? അതൊക്കെ നോക്കണ്ടേ നിങ്ങൾ? അതും കൂടി മനസ്സിലാക്കി കേട്ടോ. ഒരു കാര്യം കൂടെ, ഈ വൈദ്യുതി വാങ്ങുന്ന കരാർ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് താങ്കൾ പറയും. എന്ത് പ്രശ്നം? ഞങ്ങൾ അത് കരാർ റദ്ദ് ചെയ്ത് അതിന് പകരമുള്ള ആൾട്ടർനേറ്റീവ് തയ്യാറാക്കിയല്ലോ. അതിന്റെയൊക്കെ എത്രയോ ഇരട്ടിയല്ലേ ഇപ്പൊ ചെലവ് വരുന്നത്.